ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന്. എന്ത് തരം പെരുമാറ്റമാണ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. കാർഡ്സ് ഷഫിളിനാണ് കേട്ടോ. ശിവായ. 2 of Pentacles, Ace of Cups, okay. Page of Wands, King of Wands, ശരി. The Fool, 4 of Pentacles, Emperor. അതായത് 2 of Pentacles വെച്ച് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു തീരുമാനം എടുക്കാതെ ജഗിൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തീരുമാനം, ഒരു വ്യക്തത നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ കൊടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അവർ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കാം, നിങ്ങൾ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി കൊടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഏസ് ഓഫ് കപ്സ് വെച്ച് വളരെയധികം സ്നേഹം നിങ്ങളിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. അതേ രീതിയിലുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടൊരു സ്നേഹം നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടണം എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പേജ് ഓഫ് ഫോൺസ് വെച്ച് നിങ്ങളെന്നും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. മെസ്സേജസ്, കോൾസ്, അതേപോലെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ അവരോട് അല്പം റൊമാൻറ്റിക് ആയിട്ട് പെരുമാറണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അവർക്കത് ഫീൽ ചെയ്യണം, ലൈക്ക് നിങ്ങൾക്ക് അവരോട് റൊമാൻസ് ഉണ്ട് എന്നുള്ളത് അവർ ഫീൽ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ദ ഫൂള് വെച്ചിട്ട് എപ്പോഴും പ്രശ്നങ്ങളെപ്പറ്റി മാത്രം, റിസ്കുകളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ മനസ്സിത്തിരി ലൈറ്റ് ആക്കിയിട്ട് കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ കൂടി പഠിക്കൂ എന്നവർ പറയുകയാണ് കേട്ടോ. ടെൻഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും ലൈഫിൽ, പക്ഷേ ജീവിതം ജീവിക്കാനും കൂടിയുള്ളതാണ്. അത് ആ രീതിയിൽ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ അവരെ പ്രതി കുറച്ച് പൊസസീവായിട്ട് പെരുമാറണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അത് ഏതൊരു പാർട്ട്ണർ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ അവരെ പ്രതി പൊസസീവ് ആയിരിക്കണം. അവരാരോടെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾക്കൊരു ഇച്ചിരി കുശുമ്പൊക്കെ തോന്നണം. അത് നിങ്ങൾ അവരോട് പറയണം. അത് റൊമാൻസിൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. എംപറർ വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയൻ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കുന്നില്ല എന്ന് നിങ്ങൾ ഇവരുടെ പറയണം. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാണ് വലുത്, അവിടെ മറ്റെല്ലാ ഫാക്ടേഴ്സും സെക്കൻഡറി ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർക്കൊരു ഉറപ്പ് കൊടുക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ചെറിയ, കാരണം നമുക്ക് 3 മിനിറ്റിനകം അത്ര കാർഡ്സേ എടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കിതിനെ പറ്റിയിട്ട് വേറൊരു ലോങ് വീഡിയോ ചെയ്യാം. ഓക്കെ.